ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ ആവിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നുള്ളത്. എപ്പോഴും നമ്മൾ ഏത്തപ്പഴം വെച്ച് പഴംപൊരിയൊക്കെ അല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ എണ്ണയിൽ പൊരിക്കുന്നതിന് പകരം അധികം പഴുത്ത ഏത്തപ്പഴമാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ നന്നായി പഴുത്ത ഒരു ഏത്തപ്പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, ഞാനിവിടെ കരിപ്പെട്ടിയാണ് എടുത്തത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയും എടുക്കാം. പിന്നെ 1 കപ്പ് ചോറുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴവും ഈ ചോറും ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ നമുക്ക് നല്ല സ്മൂത്തായി ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ കരിപ്പട്ടിയിൽ നിന്ന് പകുതിയാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് പാനിയാക്കാനായി വെക്കാം. ഈ സമയത്ത് നിങ്ങളടുത്ത് കരിപ്പട്ടി ഇല്ലെങ്കിൽ അതിന് പകരം ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ നേരത്തെ ചോറ് എടുത്തിരുന്നില്ലേ, അതിൽ 2.5 കപ്പ് വെള്ളമാണ്. ഇപ്പോൾ ഇതായി നല്ല പാനിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നുള്ളത്. നമ്മൾ ചോറെടുത്ത് അതേ കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. സ്പൂണോ വിസ്കോ വെച്ച് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി കുറേശ്ശായി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഒരുമിച്ച് ഒരിക്കലും ഒഴിക്കരുത്, കാരണം ഇത് കട്ടിപ്പോവും. അതുകൊണ്ടാണ് കുറേശ്ശായി ഒഴിച്ച് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. ഈ ശർക്കരപ്പാനിയുടെ അളവും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന ചോറിൻ്റെ അളവും എല്ലാം നമ്മളെടുത്ത ഇതേ ഒരു കപ്പിൽ തന്നെ വേണം എടുക്കാൻ. കാരണം ഇത് കറക്റ്റ് അളവാണ് ഞാനിപ്പോൾ ഈ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരേ മെഷറിങ് കപ്പിൽ തന്നെ വേണം, അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്ലാസ്സിൽ എടുക്കണം. ഒരേ അളവ് എടുത്താലും മതി. ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം തന്നെ ഇതിലേക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് സമയമെങ്കിലും നമ്മളിതൊന്ന് അടച്ച് വെക്കണം. ഇപ്പോൾ ഇതാ ഞാൻ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതേപോലെയുള്ള ഒരു പാത്രം എടുക്കുക, സ്റ്റീം ചെയ്യാൻ വേണ്ടി ഒരു പാത്രം എടുക്കുക. അല്ല നിങ്ങൾ വേറെ ചെറിയ കുഞ്ഞ് ബൗളിലാണെങ്കിൽ അതും അതുപോലെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു ഇല മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ കുറച്ച് വെണ്ണ തൂവി കൊടുത്തിട്ട്, വെണ്ണയോ ഓയിലോ എന്തെങ്കിലും തൂവി കൊടുക്കാം. അതിന് ശേഷം ഇത് അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് വെള്ളം ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അത് ഈ സ്റ്റീമറിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നുള്ളത്. ഇപ്പോൾ ഞാൻ മുഴുവനായി തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ആവി വരുന്ന ചെമ്പിലാണ് നമ്മൾ വേവിക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറുത്ത എള്ളും കുറച്ച് വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടോ വേണമെങ്കിൽ വറുത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഇത് ഞാൻ 20 മിനിറ്റ് സമയം വേവിച്ചെടുത്തതാണ് ആവിയിൽ. ഇപ്പോൾ നോക്ക്, ഇപ്പോൾ കയ്യിൽ ഒട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും മൂടി വെച്ച് ഒന്നുകൂടി വേവിച്ചെടുത്ത് ഒരു 10 മിനിറ്റ് കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് വേവിച്ചതാണ്. ഇപ്പോൾ അത് നന്നായി തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി. അപ്പം ശരിക്കും വെന്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് മോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കണ്ടോ, തണുക്കുമ്പോൾ തന്നെ ഇത് സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ വിട്ട് വരും. അപ്പോൾ നിങ്ങൾക്കിതാ കാണുന്നുണ്ടാവും. നമ്മൾ കുറച്ചൊക്കെ അതിൽ സൈഡിൽ നെയ്യൊക്കെ തൂവിയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായി തന്നെ എടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതുപോലെ വിട്ട് തരും. നമുക്ക് കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റും. അഥവാ കൈ കൊണ്ട് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു കത്തി വെച്ച് ഒന്ന് എടുത്താൽ മതി. ഇതിപ്പോൾ ഇതെങ്ങനെ തൊടുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഈ പലഹാരം എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നമുക്കിത് ഈ പലഹാരം 2 ദിവസം നമുക്ക് പുറത്ത് വെച്ചും പിന്നെ ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ചും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത് ഞാൻ മുറിച്ച് കാണിക്കാം. അപ്പം ഇത്രമാത്രം സോഫ്റ്റാണെന്ന് കൂടി നിങ്ങൾ നോക്കിക്കോളൂ. ഇത് വളരെ സോഫ്റ്റാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.